ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇത് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലത്തെ നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി വ്യൂവും അതിൻ്റെ അടുത്ത കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്സിൻ്റെ ഒരു ചെറിയ ലിസ്റ്റുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ടോട്ടലി ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്. ഈ സ്റ്റോക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇൻഡെപ്ത് സ്റ്റഡീസ് നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും കാണാതെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയത് നിങ്ങളുമായിട്ട് റിവീൽ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ആ രീതിയിലാണ്, അല്ലാതെ ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്. ടോട്ടലി നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്സ് അതിൻ്റെ ഒരു റീസൺസും എല്ലാം ഞാൻ വ്യക്തമാക്കി ഞാൻ ഇതിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ആദ്യം നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സാധാരണ വ്യൂ നമ്മളൊന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ കൂടുതൽ സ്വിംഗ് സ്റ്റോക്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കുറച്ച് വീടിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഇത്തിരി പണിയൊക്കെ നടപ്പുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് മനസ്സിലാക്കാം പെട്ടെന്ന്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വ്യൂ ഒന്ന് മനസ്സിലാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്സിലേക്ക് പോകാം. നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ മനസ്സിലാക്കാതെ നമ്മൾ സ്റ്റോക്സ് എൻ്റർ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ നിഫ്റ്റിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു, ബട്ട് ആ ഒരു ബ്രേക്കിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ബ്രേക്കിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല സെല്ലിംഗ് പ്രഷർ തന്നെ കാണിച്ചു, എല്ലാവരും ഒന്ന് പേടിപ്പിച്ചു. ആൻഡ് നിഫ്റ്റി ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്ത് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. നിഫ്റ്റി ഏത് റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തത്? ഈ ഒരു ഗ്യാപ്പ് അപ്പ് തന്ന ഈ ഒരു സോണിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി പോകുന്നത്. സോ ഇത്രയും ഭാഗം നിങ്ങൾ ക്ലിയർ ആണല്ലോ. ആൻഡ് എന്തായിരിക്കും അടുത്ത നിഫ്റ്റിയുടെ അടുത്ത ഒരു പെർഫോമൻസ് നിങ്ങൾ കരുതുന്നു? ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓൾ ടൈം ഹൈ തന്ന ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. അതായത് 26,331 എന്നുള്ള ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒന്ന് കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ഏരിയയിലെ സപ്ലൈ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തിരിച്ച് ഇനി മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 25,680 ഈ ഒരു സോണിൽ വീണ്ടും സപ്പോർട്ട് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നമ്മൾ പാനിക് ആകേണ്ട ആവശ്യവും ഇല്ല എന്തെങ്കിലും ഒരു റീട്രേസ്മെന്റ് വരികയാണെങ്കിൽ. അപ്പോൾ അടുത്തിനി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഏത് സോണിലേക്ക് എത്താനാണ് പോസിബിലിറ്റി നിങ്ങൾ കരുതുന്നു? ഞാൻ കരുതുന്നത് 25,300 എന്നുള്ള ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഈ ഒരു സോണിലേക്ക് 25,300 to 400 റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടായിരിക്കണം ട്രേഡ്സ് പ്ലാൻ ചെയ്യേണ്ടത്. പൊസിഷൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് വലിയ എമൗണ്ട് ഇടാതെ നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ആ ട്രേഡ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം മാക്സിമം പോസിബിലിറ്റി പരിശോധിച്ച ശേഷം മാത്രമേ എടുക്കാവൂ. സോ ഇപ്പോൾ ഈ ഒരു രണ്ട് വ്യൂ മനസ്സിലിരിക്കുക. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യാൻ വരാം, രണ്ട് ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യാൻ വരാം. അപ്പം തിങ്കളാഴ്ച ദിവസത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി ബാങ്കും ഏകദേശം സെയിം വ്യൂ ആണ്, സിമിലർ വ്യൂ ആണ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഈ രണ്ട് മേക്ക്, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ അതേ വ്യൂ. ഒന്നെങ്കിൽ ഈ സോൺ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകും, അല്ലെങ്കിൽ ഈ സോണിൽ ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും എത്തി താഴോട്ട് എത്തും. അപ്പോൾ നിഫ്റ്റി ഇനി താഴോട്ട് വരുവാണെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പ്രോപ്പർ ഡിമാൻഡ് ഏരിയ. അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ ജസ്റ്റ് ഒരു മാർക്കറ്റ് ട്രാവൽ ചെയ്ത സോൺസ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ 58,800 എന്നുള്ള സോൺ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ തിരിച്ച് 57,000 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എത്രയാണ്? 57,000. സോ അത്രയുള്ള ഒരു ക്രാഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് പോകുമെന്ന് മാത്രം ചിന്തിക്കാതെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു പോസിബിലിറ്റി മനസ്സിൽ കണ്ടിട്ടായിരിക്കണം നിങ്ങൾ പൊസിഷൻ സൈസിങ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്, നമ്മൾ റാൻഡമായിട്ട് ട്രേഡ് എടുക്കുന്ന പോലെ ഇരിക്കും. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി സമയം കളയാതെ എന്തൊക്കെ സ്റ്റോക്സ് ആണ് ഞാൻ ഈ പ്രാവശ്യം ഈ ഒരു അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ആഴ്ചകളിൽ ഞാൻ എടുത്ത് പരിഗണിക്കുന്നതെന്ന് ഞാൻ വെളിപ്പെടുത്താം. ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി, TMC എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ ഏകദേശം എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. കാര്യം അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീക്ക് ഞാൻ ഗ്രൂപ്പിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ. ഞാൻ വീണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുകയാണ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഒരു അപ് ട്രെൻഡിൽ പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഏരിയ 4 hour ചാർട്ടാണ് ഇട്ടേക്കുന്നത്. ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് 382 ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ?
അപ്പോൾ നിങ്ങളിവിടെ 1 അവറിലും കൂടെ നിങ്ങളൊന്ന് കാണിക്കാം. 1 അവറിൽ, അതായത് അധികം ചാർട്ടിൽ സ്പെസിഫിക്കലി ഏത് അവറിലായാലും പ്രൈസ് ആക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പം മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 322 റേഞ്ചിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു. ആൻഡ് 3 അപ്സൈഡ് പോയ ശേഷം വീണ്ടും കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഈ കൺസോളിഡേറ്റ് ചെയ്ത ശേഷം വീണ്ടും അപ്സൈഡ് പോകുന്നു. കണ്ടില്ലേ, മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ 1 അവർ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് റേഞ്ചിലാണ്. സോ ഞാൻ എവിടെയൊക്കെയായിരിക്കും ട്രേഡ്സ് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിലെ ഡിമാൻഡ് ഏരിയാസ് എല്ലാം ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി ഈ ക്യാൻഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി എടുക്കും, അല്ലെങ്കിൽ 347 റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുമെന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഏരിയാസിലെല്ലാം മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഡിമാൻഡ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല എവിടെയാണ് എൻട്രി എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എൻട്രി എടുക്കാൻ പോകുന്ന സോൺസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റോക്കിൽ ഇനി ഇവിടെ നിന്നും ഈ ഒരു സോണിലേക്ക് എത്തുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ എനിക്കിപ്പോൾ നിലവിലില്ല. അതായത് ഈ ഒരു ഡിമാൻഡ് ഏരിയ, ഈ ഒരു വലിയ ഒരു ബേസിലേക്ക് മാർക്കറ്റ് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നിലവിലില്ല, 300 റേഞ്ചിലേക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്സും കൂടെ ഓക്കെ ആണെങ്കിൽ ഞാൻ ആ ഭാഗത്തു നിന്നായിരിക്കും എൻട്രി പുഷ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഒരു അപ് ട്രെൻഡ് ഫോർമേഷനാണ് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിൽ കാണുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക് ചെയ്ത് വരുമോ എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഞാൻ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് IMFA ആണ്, ഇന്ത്യൻ മെറ്റൽ ആൻഡ് ഫെറോ അലോയ്സ് എന്ന കമ്പനിയാണ്. ഞാൻ ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ട്രേഡാണ്, ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ബ്രേക്ക് വന്നു, അപ്പ് സൈഡ് പോയി. ആ ട്രെൻഡ് ലൈൻ ബ്രേക്കിൽ ഞാൻ ട്രേഡ് എടുത്തു ആൻഡ് ഈ ഒരു ഏരിയയിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് നിലവിൽ ഇപ്പോൾ എന്താണ് വീണ്ടും വാച്ച് ചെയ്യാൻ കാര്യം ചോദിച്ചാൽ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ടാണ് ഇവിടെ എടുത്തത്. ഒരു നല്ലൊരു പാറ്റേൺ വൈസ് 1 ഡേ ചാർട്ടിലൂടെ കാണിച്ചു തരാം. 1 ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ തന്നെ 1 ഡേ ചാർട്ടിൽ വീണ്ടും ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പുഷ് 1415 ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുന്നു എന്നുള്ളൊരു ഫീൽ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ഇട്ടത്. ആൻഡ് 1 അവർ നോക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാറ്റേൺ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണ് അത്യാവശ്യം നല്ല രീതിയിൽ പാലിക്കുന്നുണ്ട്. അപ്പോൾ 1420 to 15 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആണ് മാർക്കറ്റ് നടത്തുന്നത്. സോ ഞാൻ ഇന്ത്യൻ മെറ്റൽ ആൻഡ് ഫെറോ അലോയ്സ് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ കുറച്ചും കൂടെ ഒരു സൈഡും കൂടെ ഒരു ഡിപ്പ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നും കൂടെ ഈ ഒരു ടെൻ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് വരട്ടെ, ഒരു ചെറിയ പുൾ ബാക്ക് കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ബെറ്റർ പൊസിഷൻ എടുക്കാം. ഈ ഒരു പുൾ ബാക്ക് കൂടെ കിട്ടിയിട്ട് ഒരു ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ മെറ്റൽ ആൻഡ് ഫെറോ അലോയ്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡ് പ്ലാൻ. സോ നിങ്ങൾ ഇത് സ്റ്റോക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് ട്രെൻഡ് ലൈൻസ് മാർക്ക് ഇട്ട ശേഷം കുറച്ച് ആഴ്ചകളോ വീക്കുകളോ ഒക്കെ മാത്രമേ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യത്തുള്ളൂ. കാര്യം മൊമെന്റ് എൻട്രീസിൽ ഇപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാര്യം മൊമെന്റ് എൻട്രീസ് തന്നെ ഫെയിൽ ആവുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് നല്ല ഡിമാൻഡ് ഏരിയാസിൽ ആഡ് ചെയ്ത് കുറച്ച് ആഴ്ചകളൊക്കെ വാങ്ങി ഹോൾഡ് ചെയ്യാന്നുള്ളതായിരിക്കും ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യൻ മെറ്റൽ ആൻഡ് ഫെറോ അലോയ്സ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്ക് നമുക്ക് പഠിക്കാം. അശോക് ലേലാൻഡ് ആണ് അടുത്ത സ്റ്റോക്ക്. അശോക് ലേലാൻഡിന്റെ 1 ഡേ ചാർട്ട് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും കുറച്ചുകൂടെ. അപ്പോൾ അശോക് ലേലാൻഡ് 1 ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം എന്താണ്, അത്യാവശ്യം നല്ല കൺസോളിഡേഷനിൽ നിന്ന സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് മൊമെന്റം കാണിക്കും. അപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഇതിന്റെ പ്രൈസ് ആക്ഷൻ ഒന്ന് പരിശോധിച്ചാൽ എന്താണ് ഈ സ്റ്റോക്ക് നമുക്ക് ചെയ്യുന്നത്, ഒരു ഹയർ ഹൈ ഫോർമേഷൻ ആണ് അല്ലേ. ഇതുവരെ ആയിട്ട് ഒരു വീക്ക്നെസിന്റെ ഒരു സൂചന പോലും ഈ സ്റ്റോക്ക് തന്നിട്ടില്ല. ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ഹയർ ഹൈ തന്നു പോകുന്ന ഒരു ഫോർമേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്രേഡബിൾ സിറ്റുവേഷൻ ഇതിലിപ്പോൾ നിലവിലുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയും കൺസോളിഡേഷൻ ആണ്, മനസ്സിലായില്ലേ. നമുക്ക് ഒരു ട്രേഡ് അപ്സൈഡ് പോയ ശേഷം കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഹെൽത്തി ആയ കാര്യം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ 163 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ ഡിമാൻഡ് സോൺസ് ആയിട്ട് 155 ആൻഡ് 160 റേഞ്ച് ഒക്കെ ആയിരിക്കും ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. നിങ്ങൾ കണ്ടില്ല, ഈ ഒരു സോൺസ് ഒക്കെ മാർക്കറ്റിൽ ഇനിയൊരു ഡിമാൻഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് തന്നൊരു സോൺസ് ആണ്. സോ വീണ്ടും ഒരു ഡൗൺ സൈഡ് വന്നാലും ഈ 160 റേഞ്ചിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതിന് ഡിമാൻഡ് ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 160 ആൻഡ് 155 റേഞ്ച്. അപ്പോൾ അശോക് ലേലാൻഡിലും നമ്മൾ ട്രേഡ് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ബ്രേക്ക്ഔട്ടിൽ എൻട്രി എടുക്കുക എന്നതിലുപരി ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്ത് ആ ഡിമാൻഡ് ഏരിയാസിൽ നിന്നും പൊസിഷൻസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഔട്ട് ഫെയിൽ ആവും, പക്ഷേ ഡിമാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു തിയറി. ബേസിക്കലി ബ്രേക്ക്ഔട്ട്സ് ഫെയിൽ ആവാം, ബട്ട് ഡിമാൻഡ് മേ ഹോൾഡ്. സോ ഡിമാൻഡുകൾ മാർക്ക് ചെയ്തിടുക ആൻഡ് സ്റ്റോപ്പ് ലോസ് ആ രീതിയിൽ കീപ്പ് ചെയ്യുക. അശോക് ലേലാൻഡ് നല്ലൊരു പ്രൈസ് ആക്ഷൻ വിസിബിൾ ആണ്, ടോട്ടലി ഒരു അപ് ട്രെൻഡ് സ്റ്റോക്കാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഇൻഡസ് ടവർ ആണ്. ഓക്കെ, ഇൻഡസ് ടവറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മന്ത്ലി ചാർട്ട് ഒന്ന് കാണിക്കാം. മന്ത്ലി ചാർട്ട് നിങ്ങൾ നോക്കിയേ,
ഇൻഡസ് ടവർ പോകുന്നത് അത്യാവശ്യം നല്ല സ്ട്രക്ചർ വൈസ് പോസിറ്റീവായിട്ടാണ് ഇൻഡസ് ടവർ ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഡേ ചാർട്ട് എടുത്ത് കാണിക്കാം. ഡേ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇൻഡസ് ടവറിൻ്റെ ഒരു പോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരുപാട് ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്ത് ഡൗൺ സൈഡ് വന്ന ശേഷമാണ് ഈ സ്റ്റോക്ക് വീണ്ടും അപ്സൈഡ് മൊമെന്റം തരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്താണ് നടക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ഈ ഒരു ഹൈ 420 എന്നുള്ള ഹൈയിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല മൂവ്മെന്റ്സ് നടക്കുന്നത്. ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഇവിടെ ഒരു കൺസോളിഡേഷൻ നമുക്കിവിടെ കാണാം അല്ലേ. 392 ഒരു 415 റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സോണിന്റെ മുകളിൽ നമുക്ക് കൂടുതൽ മൂവ്മെന്റ്സ് ഇൻഡസ് ടവേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവാണ് ഈ സ്റ്റോക്ക്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. പെർഫെക്റ്റ് അല്ല, അതല്ലേ, ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ് ടവേഴ്സിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻഡസ് ടവേഴ്സ് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം. ശേഷം എല്ലാവരും ചർച്ച ചെയ്യുന്ന സ്റ്റോക്കാണ് ഹിന്ദു കോപ്പർ. ഹിന്ദു കോപ്പറിൽ ഞാൻ സാധാരണ അങ്ങനത്തെ സ്റ്റോക്സ് എടുക്കാറില്ല, ബട്ട് സ്ട്രക്ചർ വൈസ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഹിന്ദു കോപ്പർ ഞാൻ എടുത്തതാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പ് നമുക്കിവിടെ കാണാം. ഇത് കണ്ടില്ല, ഞാൻ ഇവിടെ ഒരു ഫസ്റ്റ് സോൺ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, ഈ സോൺ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു സപ്ലൈ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരിക്കൽ ഈ സപ്ലൈ ബ്രേക്ക് ചെയ്തു, കണ്ടോ. ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത ശേഷം എല്ലാവരെയും ട്രാപ്പ് ചെയ്ത് ഈ സ്റ്റോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളെ സ്റ്റോപ്പ് ലോസ് ഫണ്ട് ചെയ്തു. മോസ്റ്റ്ലി ഒരു 20% 15% റേഞ്ചിൽ ഈ സ്റ്റോക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാപ്പ് ചെയ്ത് താഴെ വന്ന സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. എവരി ബ്രേക്ക് ഔട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ബ്രേക്ക് ഔട്ടുകളല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണ്ടല്ലേ. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, 15% ഇടിഞ്ഞു. മോസ്റ്റ്ലി എത്രയാണ് 310 വരെ വന്ന ശേഷമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോയത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ബ്രേക്ക് ഔട്ടുകളും സസ്റ്റെയിൻ ചെയ്യണമെന്നില്ല, കണ്ടില്ലേ. ശേഷം 20% അപ്സൈഡ് പോയി ഈ സ്റ്റോക്ക്. ടോട്ടലി പറയുകയാണെങ്കിൽ 25%. ആ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിലിന് ശേഷം മാർക്കറ്റ് 25% താഴെ വന്നു, അപ്സൈഡ് പോയി. 2 തവണ ഈ ഒരു ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് ഫെയിലായി. ആൻഡ് മൂന്നാമത്തെ തവണ ആ ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് സക്സസ്ഫുൾ ആയി. ആൻഡ് ഡിമാൻഡിൽ ടാപ്പ് ചെയ്തു ആൻഡ് തിരിച്ച് കയറിപ്പോയി. സോ അടുത്ത 415 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാൻ, ഹൈ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ആൻഡ് മോസ്റ്റ്ലി അപ്പോൾ നിങ്ങൾ നോക്കുക, ഇനിയപ്പോൾ എന്താണ് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ അടുത്തത് ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിടുക. 340 ആൻഡ് 360 പ്രോപ്പർ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഇനി വീണ്ടും അപ്രതീക്ഷിതമായി മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ 280 റേഞ്ച് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡ്സ് പുഷ് ചെയ്യുന്നതിന് മുന്നേ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിടുക. അവിടെ നിന്ന് മാത്രം ട്രേഡ്സ് പുഷ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷേ എന്താണ്, ബ്രേക്ക് ഔട്ടുകൾ ഫെയിലിയർ ആവും, പക്ഷേ ഡിമാൻഡ്സ് മോസ്റ്റ്ലി ഹോൾഡ് ആവും എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വേണം ഇനിയുള്ള ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാനായിട്ട്. അടുത്ത സ്റ്റോക്ക് കാവേരി സീഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇത് ടോട്ടലി ഞാനൊരു ഡിമാൻഡ് ഏരിയ ട്രേഡായിട്ട് കൺസിഡർ ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കാവേരി സീഡിൻ്റെ ഹൈ പോയിരിക്കുന്നത് 1600 റേഞ്ചിലാണ് അല്ലേ. നിങ്ങൾ നോക്കിയേ, കാവേരി സീഡ് പോയ പോക്ക് നോക്കി, 1600 റേഞ്ച് വരെ പോയ ശേഷം സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നേക്കുവാണ്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ടോട്ടലി ഒരു സോണൊന്നും ഇല്ലാതെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ട്രേഡ്സ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കൺസോളിഡേഷൻ നിങ്ങളിവിടെ നോക്കി, ഈ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ സ്റ്റോക്ക് മൂവ്മെന്റ് തന്നത് മോസ്റ്റ്ലി 68-50% അല്ലേ. 67% ഈ സ്റ്റോക്ക് മൂവ്മെന്റ് തന്നു. ശേഷം ഈ കൺസോളിഡേഷനിലേക്ക് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ എത്തിയോ എന്നുള്ളൊരു സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഈ സ്റ്റോക്ക് എടുത്തത്. നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് എത്തിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു തവണ മാർക്കറ്റ് ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നു. ആൻഡ് തിരിച്ച് ആ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്യാൻ വന്നതാണെങ്കിലോ. സോ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിനെ ഞാനൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇതിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് 780 അല്ലെങ്കിൽ 800 റേഞ്ചിന് താഴെ പോയാലേ ഞാൻ ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലായി എന്ന് ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ ഈ ഒരു റീടെസ്റ്റ് സോൺ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ഹോൾ സോൺ ഞാനൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. 70-80% മൂവ്മെന്റ്
അപ്സൈഡ് കിട്ടുമോ ഇല്ല എന്നുള്ളത് ഞാൻ വാച്ച് ചെയ്യും. അപ്പോൾ ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ സ്റ്റോക്സിനെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുക. എല്ലാ ഡൗൺഫോളും ആ ഒരു സ്റ്റോക്കിൻ്റെ ഡൗൺ ട്രെൻഡ് എല്ലാം മറിച്ച് മാർക്കറ്റ് ഒരു ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കാവേരി സീഡ് കമ്പനിയുടെ പ്രൈസ് ആക്ഷൻ വരുന്ന ആഴ്ചകളിൽ ഇപ്പോൾ ഈ 1-2 വീക്സ് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സോൺസ്, ഇങ്ങനത്തെ ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഭാവിയിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റോക്ക് ഞാൻ പറയാം, കോൾ ഇന്ത്യ നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്കാണ്, ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സോ കോൾ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു അക്യുമുലേഷൻ നടക്കുകയാണ്. കോൾ ഇന്ത്യയിൽ കുറച്ചധികം കാലമായിട്ട് ഈ ഒരു ഏരിയയിൽ അക്യുമുലേഷൻ നടക്കുകയാണ്. 350 റേഞ്ച് ആണ് സ്റ്റോക്സിൽ അക്യുമുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിൽ നിന്നൊരു ഡൗൺ സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം അത്യാവശ്യം നല്ലൊരു 540 വരെ പോയിട്ട് അത്യാവശ്യം നല്ല ഡൗൺ സൈഡ് വന്നു. ആൻഡ് ആ ഡൗൺ സൈഡിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൺസോളിഡേറ്റും ചെയ്യുന്നു. അപ്പോൾ ഹൈ മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കേണ്ടത് 415 ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ബട്ട് ഈ സ്റ്റോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് താമസിയാതെ കോൾ ഇന്ത്യയിൽ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. ആൻഡ് കൂടുതൽ കൺസോൾട്ടേഷൻ ഇനി ഉണ്ടാവുമോ സംശയമാണ്. കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഈ ഡിസംബർ വരെ ഓൾമോസ്റ്റ് എത്രയോ കാലം, ഒരു കൊല്ലത്തെ കൺസോൾട്ടേഷൻ ഓൾറെഡി കഴിഞ്ഞു. ആൻഡ് ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പ്ലോസീവ് മൂവ്മെന്റ്സ് കോൾ ഇന്ത്യയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എല്ലാവരും വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക കോൾ ഇന്ത്യ. അടുത്ത സ്റ്റോക്കും എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളതാണ് NLC ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക്. NLC ഇന്ത്യ ചെറിയ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് വന്ന ശേഷം കുറച്ചധികം ഡൗൺ സൈഡൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രതീക്ഷയോടെ തന്നെ. NLC ഇന്ത്യയിൽ ഇനി എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 വീക്ക് ചാർട്ട് ഞാൻ കാണിക്കാം, കണ്ടില്ലേ? ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു സപ്ലൈ സോണാണ് 300 എന്ന് പറയുന്നത്. ആൻഡ് മാർക്കറ്റ് ആ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് വീണ്ടും നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ നോക്കണേ, കണ്ടില്ലേ? ഒരു ചെറിയ സോണിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുത്തിരിക്കുകയാണ്. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നോക്കണ്ട, ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇനി വരികയാണെങ്കിൽ 190 വരെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് വീക്ക്ലി നോക്കുകയാണെങ്കിൽ. സോ ആ ഒരു ഏരിയയിൽ ഡിമാൻഡ് എന്തായാലും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയാസൊക്കെ മാർക്കറ്റിൽ ചെറിയ ഡിമാൻഡ് ഏരിയാസായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂഷനാണ്. ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു അത്യാവശ്യം നല്ലൊരു സപ്ലൈയിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ NLC ഇന്ത്യ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലൊരു ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോവുകയാണ്. നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഇതിൽ NLC ഇന്ത്യയിൽ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. അപ്പം ഇനി കൂടുതൽ ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ പറയുന്നത് BHEL ആണ്. ഒരു നല്ല പ്രൈസ് ആക്ഷൻ കണ്ടപ്പോൾ വീണ്ടും എടുത്ത് വെച്ചാണ്. സോ BHEL മൊമെന്റ് എൻട്രി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. BHEL നോക്കുകയാണെങ്കിൽ ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് റീട്രസ്റ്റ് സെറ്റപ്പിൽ നിൽക്കുകയാണ് BHEL. അതിൻ്റെ അടുത്ത് എൻ്റെ ടാർഗറ്റ് 295 ആൻഡ് 330 ആയിരിക്കും എൻ്റെ ടാർഗറ്റായിട്ട് വയ്ക്കുന്നത്. BHEL പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നോക്കിയ ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ്, സിമ്പിൾ പ്രൈസ് ആക്ഷൻ ആണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത്. എൻ്റെ ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് ലൈനിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയിരിക്കുന്നത്. അപ്പം ഇനി ഡൗൺ സൈഡ് വരികയാണെങ്കിൽ BHEL 250 റേഞ്ച് നല്ലൊരു ഡിമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ആൻഡ് 200 റേഞ്ച് ഡിമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് അത്യാവശ്യം നല്ല മൊമെന്റം ഉണ്ട്. ക്യാൻഡിൽസ് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ ബയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റോക്സ് ആണ് ബേസിക്കലി ഉള്ളത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു സജഷൻ അല്ല, മറിച്ച് എൻ്റെ വാച്ച് ലിസ്റ്റ് സ്റ്റോക്സിൻ്റെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, സോ അപ്പം താങ്ക് യു.